each of the pictures below, the centers of the large and the small circles are on the same line. In the first and the second picture, all the small circles have the same diameter. In each of these figures, show that the circumference of the large circle is. In the first and second picture, all the small circles have the same diameter. ആദ്യത്തെ പിക്ചറിലും രണ്ടാമത്തെ പിക്ചറിലും ഈ ചെറിയ സർക്കിളിന്റെ ഡയമീറ്ററുകൾ ഈക്വൽ ആയിരിക്കും. ഇതിന്റെ രണ്ടിന്റെയും ഡയമീറ്റർ ഈക്വൽ ആണ്. ഇവിടെ ഈ മൂന്നിന്റെയും ഡയമീറ്റർ ഈക്വൽ ആണ്. മൂന്നാമത്തെ ഫിഗറിൽ ഡയമീറ്റേഴ്സ് ഡിഫറെന്റ് ആണ്. ഇനി ഓരോ ഫിഗറിലെയും സർക്കിൾ, ഈ വലിയ സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞ് ചെറിയ സർക്കിൾസിന്റെ സർക്കംഫറൻസിന്റെ സം ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ആദ്യത്തെ സർക്കിളിന്റെ ഡയമീറ്റർ, ചെറിയ സർക്കിൾ ഡയമീറ്റർ ഡി എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഡി തന്നെ ആയിരിക്കത്തില്ല, രണ്ട് ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഈ ചെറിയ സർക്കിളിന്റെ സർക്കംഫറൻസ് എത്ര ആയിരിക്കും? പൈ ഇൻറ്റു ഡി ചെയ്താൽ പോരെ. ഇവിടെ സർക്കംഫറൻസ് പൈ ഡി ആണ്, ഇവിടുത്തെയും പൈ ഡി തന്നെ ആയിരിക്കത്തില്ലേ? ഇനി ഈ വലിയ സർക്കിളിന്റെ സർക്കംഫറൻസ് എത്ര ആയിരിക്കും? വലിയ സർക്കിളിന്റെ ഡയമീറ്റർ എന്താണ്? ഡി പ്ലസ് ഡി, 2D അല്ലേ? സോ പൈ ഇൻറ്റു 2D എന്ത് വരും? 2π ഇൻറ്റു ഡി എന്നല്ലേ വലിയ സർക്കിളിന്റെ സർക്കംഫറൻസ് വരുന്നേ. ഇനി ചെറിയ സർക്കിളിന്റെ രണ്ടിന്റെയും സർക്കംഫറൻസ് ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? പൈ ഡി പ്ലസ് പൈ ഡി എന്താണ്? 2πd തന്നെയല്ലേ കിട്ടിയേക്കുന്നേ. അത് വലിയ സർക്കിളിന്റെ സർക്കംഫറൻസ് കിട്ടാൻ ചെറിയ രണ്ട് സർക്കിൾസിന്റെ സർക്കംഫറൻസ് ആഡ് ചെയ്താൽ പോരെ. ഇനി അടുത്ത് നോക്കിയാൽ ഈ ചെറിയ സർക്കിളിന്റെ ഡയമീറ്ററിനെ ഞാൻ ഡി എന്ന് തന്നെ കൊടുക്കുക. ഇവിടെ മൂന്നും ഡി തന്നെ ആയിരിക്കുമല്ലോ. ഓരോന്നിന്റെയും സർക്കംഫറൻസ് എന്ത് തന്നെ ആയിരിക്കും? പൈ ഡി എന്നായിരിക്കും. പൈ ഡി ഇവിടെയും പൈ ഡി. ഇത് മൂന്നും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3πd എന്ന് കിട്ടും അല്ലേ. ഇനി വലിയ സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിച്ചാൽ വലിയ സർക്കിളിന്റെ ഡയമീറ്റർ എന്താണ്? ഡി പ്ലസ് ഡി പ്ലസ് ഡി, 3D അല്ലേ. സോ പൈ ഇൻറ്റു 3D എന്താണ്? പൈ ഇൻറ്റു 3D 3πd. ചെറിയ സർക്കിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസിന്റെ സമ്മും വലിയ സർക്കിളിന്റെ സർക്കംഫറൻസും ഈക്വൽ അല്ലേ. ഇനി ഈ കേസിൽ ഇവിടെ മൂന്നും ഡിഫറെൻ്റ് ആണ്. ആദ്യത്തെ ഡയമീറ്റർ ഞാൻ പി എന്നും സെക്കൻഡിന്റെ ക്യൂ എന്നും തേർഡിന്റെ ആർ എന്നും കൊടുക്കുവാണ്. ചെറുതിന്റെ സർക്കംഫറൻസ് എന്തായിരിക്കും? പൈ ഇൻറ്റു പി ആയിരിക്കും. ഇത് പൈ ഇൻറ്റു ക്യൂ ആയിരിക്കും. ഇത് പൈ ഇൻറ്റു ആർ ആയിരിക്കും. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പൈ പി പ്ലസ് പൈ ക്യൂ പ്ലസ് പൈ ആർ ഈക്വൽ ടു പൈ ഇൻറ്റു പി പ്ലസ് ക്യൂ പ്ലസ് ആർ എന്നല്ലേ കിട്ടുന്നേ. ഇനി വലിയ സർക്കിളിന്റെ ഡയമീറ്റർ എത്ര ആണ്? പി പ്ലസ് ക്യൂ പ്ലസ് ആർ അല്ലേ. സോ സർക്കംഫറൻസ് എന്ത് കിട്ടും? പൈ ഇൻറ്റു ഡി, അതായത് പൈ ഇൻറ്റു പി പ്ലസ് ക്യൂ പ്ലസ് ആർ. ഈ മൂന്ന് കേസിലും ചെറിയ സർക്കിൾസിന്റെ സർക്കംഫറൻസ് ആഡ് ചെയ്യുന്നതാണ് വലിയ സർക്കിളിന്റെ സർക്കംഫറൻസ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദി പിക്ചർ ബിലോ ദി 2 സർക്കിൾസ് ഹാവ് ദി സെയിം സെന്റർ. താഴെ രണ്ട് സർക്കിൾസ് കൊടുത്തിട്ടുണ്ട്. രണ്ട് സർക്കിളിന്റെയും സെന്റർ എന്താണ്? സെയിം ആണ്. ഹൗ മച്ച് മോർ ഈസ് ദി സർക്കംഫറൻസ് ഓഫ് ദി ലാർജർ സർക്കിൾ ദാൻ ദാറ്റ് ഓഫ് ദി സ്മോളർ സർക്കിൾ. ഈ ചെറിയ സർക്കിളിന്റെ സർക്കംഫറൻസിനെക്കാളും എത്ര കൂടുതലാണ് വലിയ സർക്കിളിന്റെ സർക്കംഫറൻസ് എന്നാ ചോദിച്ചേക്കാം. ഇതാണ് രണ്ട് സർക്കിളിന്റെയും സെന്റർ. ഞാൻ O എന്ന് കൊടുക്കുക. ചെറിയ സർക്കിളിന്റെ റേഡിയസ് ഞാൻ R എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണ് വലിയ സർക്കിളിന്റെ റേഡിയസ് എത്ര ആയിരിക്കും? ഈ ആറിന്റെ കൂടെ 1 കൂടെ കൂട്ടുന്നതല്ലേ വലിയ സർക്കിളിന്റെ റേഡിയസ്. ചെറിയ സർക്കിളിന്റെ റേഡിയസ് R1 ഈക്വൽ ടു 6 സെന്റിമീറ്റർ. വലിയ സർക്കിളിന്റെ റേഡിയസ് ഞാൻ R എന്ന് കൊടുക്കുവാണ്. എത്ര ആയിരിക്കും? R പ്ലസ് 1 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ. ചെറിയ സർക്കിളിന്റെ സർക്കംഫറൻസ് C1 എത്ര ആയിരിക്കും? 2π ഇൻറ്റു R അല്ലേ. 2πr സെന്റിമീറ്റർ. വലിയ സർക്കിളിന്റെ സർക്കംഫറൻസോ 2π ഇൻറ്റു ഇവിടെ റേഡിയസ് എത്രയാണ്? R പ്ലസ് 1 ആണ് അല്ലേ. 2πr പ്ലസ് 2π. ചെറുതിന്റെ സർക്കംഫറൻസ് 2πrഉം വലുതിന്റെ സർക്കംഫറൻസ് 2πr പ്ലസ് 2π. എത്ര കൂടുതലുണ്ട്? 2π സെന്റിമീറ്റർ കൂടുതലുണ്ട്. ചെറുതിനെ